മന്ത്രി ശ്രീ PC വിശ്വനാഥ്, നമ്മുടെ MLA-മാരായ ശ്രീ പഴവളം മധു, ശ്രീ ശാന്തകുമാർ, ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം 2018-ലും വീണ്ടും ഇപ്പോൾ 2026-ലും പ്രളയ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങളുടെ സങ്കടങ്ങളുടെ ആഴം, ദുരിതങ്ങളുടെ ആഴം ഈ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഏത് സമയത്തും മഴ പെയ്യാവുന്നൊരു സാഹചര്യം നിലയ്ക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമുക്ക് പുനരധിവാസത്തിന് തയ്യാറെടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അതിതീവ്ര മഴ പെയ്യുകയാണ് പല സ്ഥലത്തും. പ്രത്യേകിച്ച് വനാതിർത്തിക്കുള്ളിൽ ഇത്തരം മഴ പെയ്യുമ്പോൾ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ലാൻഡ് സ്ലിപ്പ് ഉണ്ടായി, വലിയ തോതിൽ വെള്ളം പൊട്ടി ഒലിച്ചു വരികയാണ്. നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പോ നമുക്കൊരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പോ ഇത് സംഭവിക്കുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളും ഇത്തരം ദുരിതബാധിത പ്രദേശങ്ങളാണ്. നമ്മളെ ക്യാമ്പുകൾ, ഇപ്പോൾ ഇവിടെ 10 ക്യാമ്പുകളാണ് നടത്തുന്നത്. കുറേ ക്യാമ്പുകൾ ഒഴിഞ്ഞു. നമ്മൾ ക്യാമ്പുകൾ ഒഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും. അതുപോലെ എന്താവശ്യം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ ഒരു തടസ്സവുമില്ല എന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തിനും പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തകർന്നു പോയ വീടുകളുണ്ട്. ആ വീടുകൾ തകർന്നു പോയിരുന്നെങ്കിൽ പൂർണ്ണമായി പല 15%, 50% ഇങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ തകർന്ന വീടിന് ഇതുവരെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഈ പ്രാവശ്യം 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ടാണ് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തകർന്നുപോയ വീടിന്. ബാക്കിയുള്ള ഡാമേജിനെല്ലാം, ഭാഗികമായി ഡാമേജ് പറ്റിയതിനെല്ലാം ഉള്ള സഹായം കൊടുക്കും. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ ഇപ്പം നെൽകൃഷി 1 ഹെക്ടർ സ്ഥലം, 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവർ കാരണം അന്നത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ എബി ഇവിടെ വന്നു പോയല്ലോ, 7 കടകളാണ് 2018-ൽ കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പോൾ കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. അവർക്ക് വായ്പ നൽകുന്ന കാര്യവും മറ്റ് സഹായം ചെയ്യുന്ന കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കും. തകർന്നു പോയ വീടുകൾ, ഇപ്പോൾ സ്കൂളിൻ്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു എന്നൊരു പരാതി ഇപ്പോൾ വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി MLA എല്ലാ കാര്യത്തിലും ഉണ്ട്. അന്നു മുതൽ, ആ സമയം മുതൽ ഞങ്ങൾ MLAയും മന്ത്രിയെയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്താൻ, NDRFനെ ഏർപ്പെടുത്താൻ, എല്ലാ കാര്യങ്ങളും, ഇവിടെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഒരു ദുരിതം വരുമ്പോൾ ദുരിതം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ നദികളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. 2018-ലെ വെള്ളപ്പൊക്കത്തിലെ മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അടിയന്തരമായ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും.
ഇപ്പോൾ ഡാമിൽ മഴ ജൂണും ജൂലൈയിലും മഴ പെയ്യാത്തത് കൊണ്ട് രക്ഷപ്പെട്ടാണ്. ജൂണിലും ജൂലൈയിലും മഴ പെയ്തിരുന്നെങ്കിൽ ഡാമും നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡാമിലും അവിടെയും ചെളിയുണ്ട്, അതും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, സേഫാക്കും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളിയും മണ്ണുമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ഉൾക്കൊണ്ടുപോകും. ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും പത്തനംതിട്ടയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ പൂർണ്ണമായി. പിന്നെ നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗിയായി. കാരണം ഏത് സമയത്തും പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നാളുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധാനമാക്കി അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ എല്ലാം പങ്കുചേരുന്നു. കൂടെ സർക്കാരുണ്ടാവും. ക്യാമ്പുകളെല്ലാം MLA-മാരും മന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തി, നല്ല രീതിയിൽ അത് നടത്തി. അത് ഞാൻ അവരെ അഭിനന്ദിക്കുകയോട് ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും, നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന അത് ഇപ്പോൾ MLA കുറേ നിർദ്ദേശങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. MLA ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വേറെ റാന്നിയുടെ കുറേ ആവശ്യങ്ങളും കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചെയ്യും, പേടിക്കണ്ട. നിങ്ങളിവിടെ നൽകിയ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുകൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിവിടെ എല്ലാവരും വന്ന് അത് നിങ്ങളുടെ ദുരിതത്തിൻ്റെ ആഴം എന്താണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പലരും വന്നത് പറഞ്ഞത് ഒരു പ്രാവശ്യം വെള്ളം കയറി ക്ലീൻ ചെയ്തപ്പോഴേക്കും രണ്ടാമതും വെള്ളം കയറി, അല്ലേ? അങ്ങനെ അനുഭവം ഉണ്ടായ പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്നു. പരിഹാരമുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കും.